നമസ്കാരം എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫെബ്രുവരിയിലെ ലാസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ഫെബ്രുവരിയിലെ കറണ്ട് അഫേഴ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 91ാമത്തെ കറണ്ട് അഫേഴ്സ് ചോദ്യമാണ്. നമുക്ക് ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത്. 92ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവള മാനേജ്മെന്റിനുള്ള AI സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനത്താവള മാനേജ്മെന്റിനുള്ള AI സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏതാണ്? കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്ത 93ാമത്തെ ചോദ്യമാണ്. 2026 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച തിരുവനന്തപുരത്തെ അമ്പൂരിയിലെ ആദിവാസി മേഖലയെ നാടുമായി ബന്ധിപ്പിക്കുന്ന പാലം. 2026 ഫെബ്രുവരിയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ച തിരുവനന്തപുരത്തെ അമ്പൂരിയിലെ ആദിവാസി മേഖലയെ നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാലം ഏതാണ്? ആ പാലത്തിന്റെ പേരാണ് കുമ്പിച്ചൽ കടവ് പാലം. എന്താണ്? കുമ്പിച്ചൽ കടവ് പാലം. നെയ്യാർ ജലസംഭരണിക്കും കരിപ്പയാറിനും കുറുകെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത 94ാമത്തെ ചോദ്യമാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 ഓടക്കുഴൽ അവാർഡിന് അർഹത നേടിയ പ്രശസ്ത സാഹിത്യ നിരൂപകൻ. 2025 ഓടക്കുഴൽ അവാർഡിന് അർഹത നേടിയ പ്രശസ്ത സാഹിത്യ നിരൂപകൻ ആരാണ്? അതായത് EP രാജഗോപാലനാണ്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? ഉൾക്കഥ എന്നാണ്. അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യമാണ്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുനർനാമകരണം ചെയ്ത പേര്. പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളം ഉണ്ടല്ലോ, ആ വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്, ആദംപൂർ, പഞ്ചാബ്. അപ്പൊ അതാണ് പുതിയ പേര്. അടുത്തത് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം. സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്ന 5% സംവരണം റദ്ദാക്കിയ സംസ്ഥാനം ഏതാണ്? ക്യാൻസൽ ചെയ്ത സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത 97ാം ചോദ്യമാണ്. ഇന്ത്യ UAE സൗഹൃദത്തിന്റെ ശാശ്വത പ്രതീകമായി അബുദാബിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രം. ചോദ്യം എന്താണ്? ഇന്ത്യ UAE സൗഹൃദത്തിന്റെ ശാശ്വത പ്രതീകമായിട്ട് അബുദാബിയിൽ, എവിടെയാണ്? അബുദാബിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേരെന്താണ്? ഹൗസ് ഓഫ് ഇന്ത്യ. ഹൗസ് ഓഫ് ഇന്ത്യ എന്താണ്? ഇന്ത്യ UAE സൗഹൃദത്തിന്റെ ശാശ്വത പ്രതീകമായിട്ട് അബുദാബിയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേരാണ് ഹൗസ് ഓഫ് ഇന്ത്യ. അടുത്തത് 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരത്തില് മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 99ാം ചോദ്യം. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താനായിട്ട് സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിന്റെ പേരെന്താണ്? ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഉയരെ എന്ന ക്യാമ്പയിൻ സർക്കാർ നടത്തുന്നത്. കുടുംബശ്രീയിലൂടെയാണ് നടപ്പിലാക്കുന്നത്. 50% സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്ത നമ്മുടെ ലാസ്റ്റ് കറണ്ട് അഫെയർ ആണ്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ്? അഗ്നി 3. എന്താണ്? അഗ്നി 3 ആണ് 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. ഇന്നത്തെ കൊണ്ട് നമ്മൾ 100 കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി മാസത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചോദ്യങ്ങളൊന്നും മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ മോക്ക് ടെസ്റ്റിൽ നമുക്ക് ആദ്യം കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊന്നും നോക്കാം അല്ലേ. 2026 നടന്ന കേരള ഡിസേബിലിറ്റി ഫെസ്റ്റിന് വേദിയായ നഗരം ഏതാണ്? 2026 നടന്ന കേരള ഡിസേബിലിറ്റി ഫെസ്റ്റിവലിന് വേദിയായ നഗരം ഏതാണ്? ഓപ്ഷൻ C ആണ്, കോഴിക്കോട്. എവിടെയാണ്? കോഴിക്കോട്.
അടുത്ത ചോദ്യം, കേരള സർക്കാർ നിയമിച്ച 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 12ാമത് ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ വി പി ജോയി. ആരാണ്? ഡോക്ടർ വി പി ജോയി ആയിരുന്നു അല്ലേ. അടുത്തത്, ഇന്ത്യയിലെ ടൂറിസം വികസനത്തിൽ 1ാം സ്ഥാനം നേടിയതിന് ഇന്ത്യ ടുഡേ അവാർഡ് കരസ്ഥമാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഓപ്ഷൻ ബി ആണ്, കേരളമാണ്. അടുത്തത് ഇന്നത്തെ ചോദ്യങ്ങളാണ്. 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച കോർപ്പറേഷനായി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ് മികച്ച കോർപ്പറേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വരാജ് പുരസ്കാരങ്ങളിൽ? ഓപ്ഷൻ ബി ആണല്ലേ, തിരുവനന്തപുരം കോർപ്പറേഷൻ. അടുത്തത്, കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 50% ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ ഏതാണ്? കുടുംബശ്രീയുടെ പുതിയ ക്യാമ്പയിന്റെ പേരെന്താണ് പിള്ളേരെ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഉയരെ. എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഉയരെ. 2025 ഓടക്കുഴൽ അവാർഡിന് അർഹനായ പ്രശസ്ത സാഹിത്യ നിരൂപകൻ. 2025 ഓടക്കുഴൽ അവാർഡിന് അർഹനായ പ്രശസ്ത സാഹിത്യ നിരൂപകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, EP രാജഗോപാലൻ. കൃതി എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. അടുത്ത ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസമായ പ്രകടനമായ മിലൻ 26 വേദിയാവുന്ന നഗരം. അത് ഇന്ന് പഠിച്ച ചോദ്യമല്ല, കഴിഞ്ഞ ദിവസം പഠിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓർമ്മ വെച്ചതായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവികാഭ്യാസ പ്രകടനമായ മിലൻ 26 വേദിയാകുന്ന നഗരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വിശാഖപട്ടണം. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ ഗ്ലോബൽ ഗോൾഡ് സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ. അടുത്ത ചോദ്യം, 2026 ഫെബ്രുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്തെ അമ്പൂരിയിലെ ആദിവാസി മേഖലയെ നാടുമായി ബന്ധിപ്പിക്കുന്ന പാലം ഏതായിരുന്നു? പാലത്തിന്റെ പേരാണ് എന്ത്? കുമ്പിച്ചൽ കടവ് പാലം. അടുത്ത ചോദ്യം, ഇന്ത്യ UAE സൗഹൃദത്തിന്റെ പ്രതീകമായി അബുദാബിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ച സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേരെന്താണ്? സാംസ്കാരിക കേന്ദ്രത്തിന്റെ പേര്? ഓപ്ഷൻ സി ആണ്, ഹൗസ് ഓഫ് ഇന്ത്യ ആണ്. എവിടെയാണ് സ്ഥാപിക്കുന്നത്? അബുദാബിയിലാണ് സ്ഥാപിക്കുന്നത്. സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും നൽകി മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾക്ക് നൽകിയിരുന്ന 5% സംവരണം റദ്ദാക്കിയത് ഏത് സംസ്ഥാനമാണ്? ഓപ്ഷൻ ബി ആണ്, മഹാരാഷ്ട്രയാണ് ഇങ്ങനെ ഉണ്ടായിരുന്ന സംവരണം റദ്ദാക്കി കളഞ്ഞത്. അടുത്തത്, 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിന്റെ പേരെന്താണ്? അഗ്നി 1 ആണോ, 2 ആണോ, 3 ആണോ, 5 ആണോ? ഏതാണ്? ഓപ്ഷൻ സി ആണ്, അഗ്നി 3 അല്ലേ. അഗ്നി 3 ആണ്. അടുത്തത്, പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിന്റെ പുനർനാമകരണം ചെയ്ത പേരെന്താണ്? ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ, ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. എന്താണ്? ശ്രീ ഗുരു രവിദാസ് ജി എയർപോർട്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങളും അതിൻ്റെ മോക്ക് ടെസ്റ്റും. അപ്പോൾ ഇന്നത്തോണ്ട് നമ്മുടെ ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇത്രയുമാണ് നമ്മുടെ ഫെബ്രുവരി മാസത്തെ 100 കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഇതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ഉടനെ ചെയ്യണം. പിന്നെ 10 കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഇനി ഡെയിലി ഉണ്ടായിരിക്കുന്നതല്ല. നമ്മൾ ഇനിയിപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ചെയ്യില്ല എന്നല്ല, നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ചെയ്യും. ഡെയിലി 10 എന്നുള്ളൊരു സീരീസ് ഉണ്ടാവില്ല. നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകളാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ടോപ്പിക് വൈസ് ഒക്കെ ആയിട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യും. പിന്നെ നമ്മൾ 2025 ബാക്കി മാസങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ. നമ്മൾ പുതിയ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ പുതിയൊരു ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്